എടാ അശോക, ഓ സുബേട്ടന്റെ കാലിന്റെ ഇവിടെ ഒരു പൊട്ട്. 1.5 മാസം റെസ്റ്റ് പറഞ്ഞേക്കിന്. ഇവിടെ വന്ന് ഒരു വള ചോദിച്ചാ 2 വള തരുമെന്ന് നിക്കറിയാലോ. ജോലിക്കൊന്നും പോവാൻ വയ്യേ, ചെലവ് നടക്കണ്ടേ. എന്നാലും ഭക്ഷണത്തിന് മുട്ടൊന്നും ഇല്ല കേട്ടോ. ചേച്ചി വെള്ളം കുടിക്ക്. ചേച്ചിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, അപ്പൊ തൽക്കാലം വല്ല ജോലിക്കും പോയിക്കൂടെ? ഇത് കേൾക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ലത്തോടത്ത് ഇപ്പൊ പെൺഭരണായിരിക്കൂല്ലേ? അയ്യോ ചേച്ചി, മീനു അതല്ല ഉദ്ദേശിച്ചത്. ആരോഗ്യതയായ ചേച്ചിക്കും പോയി പണി നോക്കി കുടുംബം പോറ്റാം, അങ്ങനെയാണ് മീനു ഉദ്ദേശിച്ചത് അല്ലേ? അതിനൊരു കുഞ്ഞു വള പണയം വെക്കാൻ ചോദിച്ചതിനാണോ പോയി പണി നോക്കാനൊക്കെ പറയുന്നത്? ചേച്ചി ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ചേച്ചിക്ക് വിഷമായോ? ചേച്ചി ഒരു പുട്ടെടുത്ത് വെച്ചേ. പുട്ട് തീർന്നു. മീനു, ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇല്ലത്തോടത്തെ തറവാട്ടിൽ ഇനി ഒന്നുമില്ല, ആകെയുള്ളത് ഈ കുഞ്ഞു വളെ. അത് ഞാനടുത്ത് തരൂല്ല അശോകേട്ടാ. അല്ല മീനു, അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചേച്ചി, മീനുവിന്റെ കയ്യിലുള്ള ആകെയുള്ളത് ഇതാ, ബാക്കിയെല്ലാം മുക്ക. എടാ അശോക, ഓ നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. ചെറുപ്പത്തിൽ നീ കണക്ക് പരീക്ഷയ്ക്ക് മുട്ട വാങ്ങിക്കാൻ സ്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ എന്റെ കുടുക്ക പൊടിച്ച നിനക്ക് ഞാൻ സ്ലേറ്റ് മേടിച്ചു തന്നത്. അത് നീ മറന്ന്. അയ്യോ ചേച്ചി, അതൊന്നും മറന്നിട്ടില്ല. മീനു, ചേച്ചിക്ക് നീ കുടുക്ക പൊട്ടിച്ച് വാങ്ങിയ കാശല്ലേ 50 രൂപ, അത് ഞാനടുത്ത് തരാം. ഇപ്പൊ ഈ ഒരു ചെറിയ വളയ്ക്ക് കൊടുക്കണം 1 ലക്ഷം രൂപ. അത് ശരിയാണല്ലോ. ചേച്ചി 50 രൂപ മീന് തരൂട്ടോ. എടാ അശോക, ഓ എനിക്കിപ്പ അറിയണം, ഇന്നലെ കയറി വന്ന് ഇവളാണോ നിനക്ക് വലുതോ ഞാനാണോ വലുത്? വലുതൊക്കെ നിങ്ങളായിരിക്കും, നല്ല പ്രായമുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാനിത് കേൾക്കണം. ചേച്ചി ആ കണ്ണീര് കണ്ടു വീഴല മനുഷ്യ. ചേച്ചി നീ ആദ്യം അവിടെ ഉറച്ചു നിൽക്കടാ നാരായണന്റെ മോനെ. മംഗള ഭാവനയ